സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. റോജി എം ജോൺ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLA-യെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് എവിടുത്തെ കാര്യത്തെ പറ്റിയാണ് മുഖ്യമന്ത്രി പറയുന്നത്? പാരിയത്തുകാവിലെ കാര്യത്തെ പറ്റിയാണ്. അതായത് അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം, അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന മൂന്നാം ദിനം തന്നെ ഈ നരനായാട്ട് പോലീസിനെ വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അതാണ് പാരിയത്തുകാവ്. അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ നെഞ്ചിൽ കയറി തോന്നിവാസം കാണിച്ച VD സതീശൻ്റെ പോലീസിനെ നമ്മൾ കണ്ടു. അവിടെ ആ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ആത്മസമീപനം പാലിച്ച് മിണ്ടാതെ ഇരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടു. അപ്പോൾ VD സതീശൻ്റെ എല്ലാ ഒത്താശയോടുകൂടി പോലീസ് കയറി അവരുടെ എല്ലാ അന്നത്തിൽ മണ്ണ് വാരിയിടുകയും വയ്യാത്ത വൃദ്ധരടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളെ ലാത്തിക്ക് അടിക്കുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിനൊക്കെ ഈ ചോദ്യങ്ങളുമായിട്ട് പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഒക്കെ വന്നപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. 10 വർഷം ഇരുന്നിട്ട് എന്താണ് LDF ചെയ്തതെന്നാണ്. ഈ 10 വർഷം LDF ഇവിടെ ഉണ്ടായിരുന്നിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യ ജീവിതത്തിൽ കൈ കടത്താനായിട്ട് അവർ പോയിട്ടില്ല. പോലീസിൻ്റെ നരനായാട്ട് ഈ 10 വർഷമായിട്ടും അവിടെ നടന്നിട്ടില്ല. അന്നും ഈ കോടതി വിധികളൊക്കെ ഉണ്ടായിരുന്നു. 14 തവണ കോടതി സ്റ്റേ വന്നിട്ട്, അല്ലെങ്കിൽ കോടതി വിധിയുമായിട്ട് ആളുകൾ വന്നിട്ട് പോലും അവരുടെ ഒന്നും ഒരു കുടുംബത്തിൽ കയറാനോ അല്ലെ അവരെ തൊടാനോ അവരാരും നിന്നിട്ടില്ല. കാരണം നട്ടൽ ആരുടെയും മുൻപിൽ വളയ്ക്കാത്ത, ആരുടെയും മുൻപിൽ പണയം വെച്ചിട്ടില്ലാത്തൊരു ക്യാപ്റ്റൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു ഈ VD സതീശൻ വരുന്നതിനേക്കാൾ മുൻപ്. അങ്ങനെ ഒരു 10 വർഷം തുടർഭരണം എന്നൊക്കെ പറയുന്നത് പോലെ തുടർഭരണം തന്നെയായിരുന്നു. 10 വർഷം ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായി കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ തന്നെയായിരുന്നു. അങ്ങനെ ആ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ പട്ടിണി പാവങ്ങളുടെ മേലേക്ക് ഒരു നിഴല് പോലും നമ്മുടെ ഈ പറയുന്ന പോലീസിൻ്റെ വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വൈര്യ ജീവിതം നയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭരണം മാറി 10 വർഷങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾ ഒരു ചേഞ്ച് വേണം, ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ വർഗീയവാദികൾക്കും പീഡന വീരന്മാർക്കും എല്ലാം വേണ്ടിയിട്ട് വോട്ട് കുത്തി. EVM-ൻ്റെ ഒരു പരിപാടിയൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നടന്നതിൻ്റെ ഫലമായിട്ട് പിണറായിസം അവസാനിച്ചു. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി ഈ നാട്ടിൽ നിന്നങ്ങ് വേരോടെ പിഴുതെറിഞ്ഞ് കളഞ്ഞു. അങ്ങനെ പോയി എന്ന് മനസ്സിലായ സമയം തന്നെ ആ പട്ടിണി പാവങ്ങളുടെ നെഞ്ചിലേക്ക് കയറി കുതിര കയറാൻ തുടങ്ങി VD സതീശനും VD സതീശൻ്റെ കാക്കി പട്ടാളവും എല്ലാം കൂടി. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ കാണുന്നത്. അതായത് എവിടെ പോയാലും കള്ളം മാത്രം പറയുന്നൊരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് VD സതീശൻ. അങ്ങനെ നിയമസഭയിൽ അത്രയും ആളുകളുടെ മുൻപിൽ വെച്ചിട്ട് ആരാധ്യനായ അല്ലെ ബഹുമാന്യനായിട്ടൊരു മുഖ്യമന്ത്രി പറയുകയാണ്, ഞങ്ങൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചു, അവർക്കൊന്നും ഇതിലൊരു പ്രശ്നവുമില്ല, അവരുടെ പുനരധിവാസം ഞങ്ങൾ സാധ്യമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. അപ്പോൾ VD സതീശൻ ഇത് പറഞ്ഞതിന് പിന്നാലെ ഒരു ന്യൂസ് കൂടി വരികയുണ്ടായി. ഞാൻ ആ ഒരു ന്യൂസ് കൂടെ നിങ്ങളെ കാണിച്ചു തരട്ടെ. നേരെ ആ വീഡിയോയിലേക്ക് പോവാം. ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ മുഖ്യമന്ത്രി VD സതീശന്റെ വാദം തള്ളി കുടുംബങ്ങൾ പുനരധിവാസത്തിന് സമ്മതിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നു അവർ. നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞെന്നറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടുമില്ല. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ കോൺഗ്രസിന്റെ ടൗൺഷിപ്പിൽ ഒരു വീടിന് ആണ് നമ്മളവിടെ കാണുന്നത്. അതായത് ഈ VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ എല്ലായ്പ്പോഴും കുറേ കള്ളങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അയാൾക്ക് പോലും മനസ്സിലാവുന്നില്ല താൻ എന്താണ് ചെയ്യുന്നതെന്നും താൻ എന്താണ് പറയുന്നതെന്നും. ചിരിക്കാൻ പഠിച്ച് സ്വയമേ മറന്നുപോയൊരു മനുഷ്യനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ നേർക്കാഴ്ച തന്നെയാണിത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിലെ പാരിയത്തുകാവിലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു നിവാസി പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. പുനരധിവാസം അംഗീകരിക്കില്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളോട് നമുക്കൊന്ന് കാണണ്ടേ? ഇപ്പോൾ ഇതിൽ കുറച്ച് ഞങ്ങൾ കണ്ടുള്ളൂ. അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ള നമ്മൾ ഈ സ്ഥലം 19 അളന്ന് തിട്ടപ്പെടുത്തുക, പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞെന്നറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആ ഒരു നിവാസി പറയുന്നത്. അതായത്
ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രഹസനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൂക്കി സതീശൻ കാണിക്കുന്നതെന്നാണ് അവരും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ഞാൻ അതിൽ പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് VD സതീശൻ എന്നുള്ളൊരു പേര് മാറ്റി VD നുണയൻ എന്ന് പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് കേരളത്തിലെ പല ജനങ്ങളും വിളിക്കുന്നത്. നുണേശൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സതീശൻ എന്ന പേരൊക്കെ മാറ്റിയിട്ട് നുണേശൻ എന്നാണ് നമ്മുടെ ഈ പറയുന്ന VD സതീശനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിവില്ലാത്തൊരു മനുഷ്യൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ രീതിയിൽ വിളിക്കാൻ പോകുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോട്ടെ എന്നൊക്കെ നമ്മളങ്ങ് വിചാരിച്ച് വിട്ടാൽ മതി. കാരണം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പാപ്പരാസികൾ വിചാരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് പെൻഷൻ മുടങ്ങുന്നതൊക്കെ സാധാരണമായത്. എത്ര പെട്ടെന്നാണല്ലേ നമ്മുടെ ഈ സ്കൂളുകളുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയത്. എത്ര പെട്ടെന്നാണല്ലേ ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളുണ്ടായത്. ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തതൊക്കെ എത്ര പെട്ടെന്നാണല്ലേ. പട്ടിണി പാവങ്ങളുടെ മെക്കെട്ട് കയറുന്നത് എത്ര പെട്ടെന്നാണ് ഉണ്ടായത്. പിന്നീട് പെൻഷൻ എന്ന് പറയുന്നൊരു സാധനം അത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനമായിരുന്നു. എന്നാൽ അത് മുടങ്ങിയത് എപ്പോഴാണ്? ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന അടുത്ത ആ ഒരാഴ്ച തന്നെയാണ്. ഇപ്പോൾ അതിന് LDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി അവർ ചെയ്യുകയുണ്ടായി. ഈ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത കുറേ അധികം ആളുകളുണ്ട്. പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പോയി വാങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അക്കൗണ്ടിൽ നിന്ന് എടുക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നത്? സഹകരണ ബാങ്ക് വഴി അല്ലെ സഹകരണ സ്ഥാപനം വഴി അവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പറയുന്ന ഫണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു. എന്നാൽ ഇന്ന് UDF അധികാരത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം ലൈഫ് മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി എടുത്തു മാറ്റിയിട്ട് ഇവർക്ക് തോന്നിയ പോലെ ഒരു തോന്നിവാസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പദ്ധതി ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഭവന നിർമ്മാണ പദ്ധതി. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് കൈയിട്ട് വാരിയാലും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാം ഇവർ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇനി അടുത്തത് കേരയിൽ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു സംഭവത്തിൻ്റെ ആ കല്ലെല്ലാം പിഴുത് കളഞ്ഞിട്ട് ആ മഞ്ഞ കല്ലെല്ലാം പിഴുത് കളഞ്ഞിട്ട് നീലക്കല്ല് പൊന്മാൻ്റെ കളറുള്ള കല്ലെടുത്ത് നാട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം നാട്ടി വെക്കാൻ പോകുന്നുണ്ട്. ബഹുദൂരം അതിവേഗം അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറയുന്നൊരു തീമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടിയായിട്ട് വരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നീടൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ സംഭവം എന്നല്ലേ? ആ സംഭവം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കാണുന്നത് പെൻഷൻ വിതരണമാണ് കേട്ടോ. അതായത് അനധികൃതമായിട്ട് UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് അവർ നടത്തുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ്. അത് ചോദിക്കാനായിട്ടൊരു പുലിക്കുട്ടി കയറി ചെല്ലുന്നുണ്ട്. അയാൾ കയറി ചെന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഈ സൈഡ് വീഡിയോ ആഡ് ചെയ്യാം. ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. ഇത് വേറെ എവിടെയും വെച്ചല്ല നടക്കുന്നത്. UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അധികൃതരാരുമില്ല. അനധികൃതമായിട്ട് ഫീസും വാങ്ങിയൊക്കെയാണ് പരിപാടി ചെയ്യുന്നത് കേട്ടോ. അതായത് വയ്യാത്ത ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ പോലും അവിടെ ചെന്ന് ക്യൂ നിൽക്കുകയാണ് ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തൊരു അവസ്ഥയാണല്ലേ. കണ്ടു നോക്കാം. അതെന്താ പരിപാടി? പെൻഷൻ വിതരണോ? പെൻഷൻ വിതരണം, സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പെരിയ എത്തിക്കാൻ 25 ഉറുപ്പിക വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പിക വാങ്ങിനു. എന്റെ ബാങ്ക് 30 ഉറുപ്പിക വാങ്ങിയില്ലേ? ജയിലിൽ ഒപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ലേ? ഐ ആം ആസ്കിംഗ് ടു ഹിം, നോട്ട് ഓൺ യു. ഓക്കെ, സർക്കാർ ജിയോ എന്താ? നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നാണ്. ഇത്രയും നന്ദികെട്ട വൃത്തികെട്ടവന്മാർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും നന്ദികെട്ട വർഗം ഇരുകാലികളാണ് ഏറ്റവും നന്ദികെട്ട വർഗം. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരും നന്ദികെട്ടവരാണ്. ഇവർക്കൊക്കെ വീടുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരുന്ന ഇവരുടെ എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും 25 എന്ന് പറഞ്ഞൊരു ദിവസമുണ്ടെങ്കിൽ, ഒരു തീയതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങാനായിട്ടാണ് ഈ വലിയൊരു ക്യൂ ആയിട്ട് രാത്രി പോയി നിൽക്കുന്നത്. എന്നിട്ടും പറയണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ കുഴപ്പമെന്ന് ആ പ്രതികരിക്കാൻ വന്നൊരു യുവാവിൻ്റെ അടുത്ത് പറയുകയാണ്. ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാർ വോട്ട് മാറ്റി കുത്തിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇതൊരു ഈ പറയുന്ന പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ ഒരു ഔദാര്യമായിട്ടാണ് ഈ ഒരു UDF എന്ന് പറയുന്നൊരു പാർട്ടി കാണുന്നത്.
ഈ ജനങ്ങളുടെ ഒരു ഔദാര്യമായിട്ട്. എന്നാൽ ആ ജനങ്ങളുടെ അവകാശം എന്ന് പറയുന്നൊരു സാധനമാണ് ആ ഒരു പെൻഷനെങ്കിൽ ആ അവകാശപ്പെട്ട തുക അങ്ങനെ ക്യൂ നിർത്തി വാങ്ങേണ്ടതോ അല്ലെ കൊടുക്കേണ്ടതോ അല്ല. അത് അവരുടെ അതാത് കരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ബാങ്കിങ് സംവിധാനമുണ്ട്, ട്രാൻസ്ഫർ സംവിധാനമുണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേറൊരു ടീമിനെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജനങ്ങളുടെ എല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തൊരു പാർട്ടിയായിരുന്നു ഇടതുപക്ഷം. എന്നാൽ ഈ നാട്ടിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ക്യൂ നിന്ന് വാങ്ങുന്നതാണ് ഇഷ്ടം. എല്ലാം കയ്യിൽ കിട്ടിയപ്പോൾ അഹങ്കാരം, തിന്നിട്ട് എല്ലിനിടെ കയറുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കുത്തൽ അങ്ങോട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ വന്ന യുവാവിൻ്റെ അടുത്ത് പറയാം, നിനക്കെന്താ പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇതിന് നാണം കെട്ട മനുഷ്യരാണല്ലേ. ബാക്കി ഒന്നുകൊണ്ട് നോക്കാം. സർക്കാർ ജിയോ എന്താ ഗവൺമെന്റ് ഓർഡർ, ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരാ ചോദിച്ചത്. എന്താണ് സർക്കാരിന്റെ ഓർഡർ? സർക്കാരിന്റെ ഓർഡർ എന്താ? സർക്കാരിന്റെ ഓർഡർ എന്താ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് പൈസ, ഇത് ഓർഡറുകള്. ഇത്രയും ആളുകളെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിലനിർത്തിയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ആള് അല്ലേ, അവിടുത്തെ സ്റ്റാഫ് അല്ലേ? വീട്ടിൽ കൊണ്ടേ കൊടുക്കും, ഓൻ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ഓൻ സുഖല്ലെങ്കിൽ ഓന്റെ പണി വേറെ ആൾ എടുക്കും. ഞാൻ ഓനോട് ചോദിച്ചോളാം, നിങ്ങൾ തരാ ഓന് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്തോ, എനിക്ക് കഴിഞ്ഞു കൊടുത്തോ. ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ, ഞാൻ നിങ്ങളോട് വാങ്ങണ്ട അറിഞ്ഞോ? ഞാൻ നിങ്ങളോടും പറയുക വർത്താനുമില്ല, എനിക്ക് നിങ്ങളോട് വർത്താനുള്ളൂ. നിങ്ങൾക്ക് കൊടുത്തോളി, നിങ്ങൾ കൊടുത്തോ. അടുത്ത ആരാഴ്ച വിളിച്ച കൊടുത്തോ. എന്താ പ്രശ്നം? എന്താ കൊടുത്തോ? ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ, ഞാൻ പെൻഷൻ കൊടുക്കണ്ട അറിഞ്ഞില്ല. പെൻഷൻ കൊടുത്തോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ ഇവനോട് സംസാരിക്കണുള്ളൂ. പെൻഷൻ കൊടുത്തോ? കൊടുത്തോ പെൻഷൻ കൊടുത്തോ? ആയിക്കോട്ടെ, പെൻഷൻ കൊടുത്തോ. ഇത്രയും ആളുകളെ വരി നിർത്തിയിട്ടാണ് ഈ ചെയ്യണ പരിപാടി, മനസ്സിലായോ? ഞാൻ നിങ്ങളോട് സംസാരിക്കണില്ലല്ലോ, ഞാൻ സംസാരിച്ചു. എന്നാ കൊടുത്തോ. ഇല്ല ജബറാക്ക, അതിന് സംസാരില്ല. ഇത് കൊടുത്തോ. അല്ല, ഓൻ കൊടുത്തോട്ടെ. എന്റെ സൗണ്ട് ഞാനല്ല മരിക്കാം. ഓൻ കൊടുത്തോട്ടെ ജബറാക്ക. അല്ല, ഇത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനാ കൊടുക്കല്. ഇപ്പൊ എങ്ങനെ പെടത്ത്? വേണ്ട, അവിടെ ഓഫീസ് കൊടുക്കണ്ട. ഓൻ കൊടുത്തോട്ടെ. അങ്ങനൊന്നും കൊടുക്കാനല്ല, വേണ്ടടാ. ഇത് വീട്ടിൽ കത്തിക്കാനല്ലേ? വീട്ടിൽ വരല്ലേ? ഈ പ്രാവശ്യം വീട്ടിൽ വരും. ഓന് സുഖല്ലെങ്കിൽ ഓന്റെ ബാങ്ക് പകരം സംവിധാനം ഉണ്ടാക്കും. അല്ലാതെ ഓന് നാളെ കഴിഞ്ഞു പോയാ കണ്ടില്ലേ പ്രതികരിച്ച പുലിക്കുട്ടി? അതാരാണെന്ന് അറിയില്ല. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് സഹോദര നിങ്ങൾക്ക്. കാരണം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് പെൻഷൻ വിതരണം. ഇടതുപക്ഷ സർക്കാർ കൃത്യമായിട്ട് അവരുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു സഹകരണ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അവിടെ വന്നിരുന്നുകൊണ്ട് വിതരണം നടത്തുന്നത്. അതിന് നാട്ടുകാർ മെഴുകുന്ന രീതി, അയാൾക്ക് സുഖമില്ല, അയാൾ എല്ലാ തവണയും വീടുകളിലേക്ക് വരുന്നതാണ്, ഇത്തവണ മാത്രം വയ്യാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു. അത്രയും മനസ്കതയുള്ള മനുഷ്യരാണ്. ഇതപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട്. ഇടതുപക്ഷം മാറി വലതുപക്ഷം വന്ന സമയത്ത് തന്നെ പലയിടങ്ങളിലും പല മാറ്റങ്ങൾ വന്നു. UP മോഡൽ വികസനങ്ങളൊക്കെ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്കെല്ലാം ക്യൂ നിന്ന് വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ ചേഞ്ചസ്. മുഖ്യൻ ചിരിച്ചാൽ മാത്രം മതി, ഒരുപാടിടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ആ ചിരി കൊണ്ട് മാത്രമാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാറ്റങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BJPയിലെ ഒരു നേതാവ് പോയിട്ട് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മിഠായി എറിഞ്ഞു കൊടുക്കുന്നത്. കൈകളിലേക്ക് കൊടുക്കുകയല്ല, വായിൽ വെച്ച് കൊടുക്കണമെന്നും പറയുന്നില്ല, എറിഞ്ഞു കൊടുക്കുകയാണ് ഒരു പുച്ഛത്തോടു കൂടി. എന്നാൽ നീ കൊണ്ട് ഉണ്ടാക്കുന്നുള്ള രീതിയിൽ. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മാറ്റങ്ങൾ. ഇതെന്തായാലും നമ്മൾ കാണേണ്ടതല്ലേ, എന്തായാലും ഹൈലൈറ്റ് ചെയ്യണ്ടേ. VD സതീശൻ എന്ന് പറയുന്ന നുണ മാത്രം വാ തുറന്നാൽ പറയുന്നൊരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന കുറച്ച് ഈ മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ അധികം മരവാഴകളും, അണിയെന്നൊക്കെ പറയുന്നത് പോലെ കുറേ മരവാഴകളും.
വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇതെല്ലാം കാണാനും കേൾക്കാനും സഹിക്കാനും ഒക്കെ ഇനി 5 വർഷം വീണ്ടും കിടക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം. നല്ലത് ചെയ്താൽ നല്ലത് വരും, മോശം ചെയ്താൽ മോശം നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയുകയും ചെയ്യും. ഓക്കെ ബൈ.